ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു തുറന്ന യുദ്ധത്തിന് IPS-ഉം IAS-ഉം തമ്മിൽ നിൽക്കണോ? അതും ഈ പാവം പിടിച്ചൊരു പെൺകുട്ടിയും ചെറുപ്പക്കാരനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയുള്ള ഈ തരം താഴ്ന്നൊരു കളിയില്. വേണ്ട, കയ്യാങ്കളി വേണ്ട. അതും ഒരു സ്ത്രീയോട്. സെക്ഷൻ 354 ആണ്. അതിപ്പോ കാക്കിയിട്ട പോലീസുകാർക്കും ബാധകമാണ്. കൈ എടുക്കടോ അവളുടെ ദേഹത്തുനിന്ന്. എന്താ ഇവള് ചെയ്ത കുറ്റം? കുറ്റം ചെയ്ത ഇവനാണ് മാഡം. പക്ഷെ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ ഇവള് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പിടിച്ചു മാറ്റിയതാ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടുകയോ അവളുടെ മാന്യതയെ അപമാനിക്കുകയോ ചെയ്താൽ അതിപ്പോ ആരായാലും അത് ക്രിമിനൽ ബലപ്രയോഗത്തിൽ പെടുന്നതാണെന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അകത്ത് കിടന്ന് അഴി എണ്ണേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പൊ ഡിജിറ്റൽ എവിഡൻസ് തെളിവായി സ്വീകരിക്കുന്ന ഇക്കാലത്ത് വെറുതെ ഒരുത്തൻ ചുമ്മാ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടാ മതി. പണി പോയി വീട്ടിലിരിക്കേണ്ടി വരും. എത്ര നക്ഷത്രമുള്ളവനും. സ്റ്റേഷനിൽ വരുന്ന പാവം പിടിച്ച പരാതിക്കാരെ കുത്തിന് പിടിച്ച് കൂമ്പിനിട്ടിടിച്ച പോലീസുകാരൊക്കെ തോളിലെ നക്ഷത്രം നോക്കിയല്ല ഇപ്പൊ കിടക്കുന്നത്. സെൻട്രൽ ജയിലിലെ കമ്പിയഴികൾ എണ്ണി ഹരിനാമ കീർത്തനവും ചൊല്ലിക്കിടക്കുക. നല്ല കാലത്ത് അഴിഞ്ഞാടിയതിന്റെ പ്രായശ്ചിത്തവും പേറി കിടക്കണോ അവിടെ പോയിട്ട്? മാഡം, 2020-ൽ കോളേജ് ഹോസ്റ്റലിൽ നടന്ന ഒരു അടിപിടിയിൽ അനൂപം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവനെ അറസ്റ്റ് ചെയ്യാൻ IG ഹമീദ് സാർ ഓർഡർ ഇട്ടിട്ടുണ്ട്. എനിക്കത് അനുസരിക്കേണ്ടി വരും. സാറേ, ഇതൊരു കള്ളക്കേസാണെന്നും ഈ അനൂപിനെ പൂട്ടാനായിട്ട് IG ഒരുക്കിയ ഒരു കെണിയാണെന്നും സാറിന് നന്നായിട്ട് അറിയാം. അബൂബക്കർ എന്ന ഭൂലോക ഫ്രോഡിന് വേണ്ടി IG ഒരുക്കി തെരുവ് നാടകത്തിന്റെ ക്ലൈമാക്സിനെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു വന്ന് കയറുന്ന സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ സംഭവം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഇരു കൂട്ടർക്ക് ഏനക്കേടില്ലാതെ പിരിയുന്നല്ലേ സാറേ കുറച്ചുകൂടി നല്ലത്? സോറി മാഡം, പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ഇതൊക്കെ പറയാൻ ഇയാളാരാ? പൊതുജനമാണ് സാറേ. ഒരു കാലത്ത് കാക്കിയിട്ടവരുടെ മുമ്പിലും മുതുക് കാണിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു സാധാരണ പൗരന്. ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് അനീതിക്കെതിരെ ശക്തമായിട്ട് വാളോങ്ങി നിൽക്കുന്നതേ കോടതി നിയമം ആവുമ്പോ സാധാരണക്കാരന് കിട്ടുന്നതേ വലിയൊരു ആശ്വാസവും വരദാനുമാണ്. നീതി നിയമം ഇവിടെ ജയിക്കുന്നുള്ള പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിലാണ് സാറേ ഇന്നത്തെ കാലത്ത് ഈ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നേ. അത് ദയവ് ഇത് തല്ലിക്കെടുത്തല്ലേ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോവാണ്. ഇതിന് എന്ത് നിയമ നടപടി വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. അനൂപേ, അന്ന് കാറിലേക്ക് കയറ്. എടി ഒരുമ്പിട്ടവളെ ഞാൻ തൊട്ടു പോരുതവളെ. ഇവൻ അറസ്റ്റ് ചെയ്തില്ലേ? ഇല്ല സാർ. പോയി. മാഡം സമ്മതിക്കുന്നില്ല സാർ. കളക്ടർ ശാലിനി വിഷ്ണു, അനൂപ് നിങ്ങളുടെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ മകനായതിന്റെ പേരിൽ കുറ്റം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. പോലീസിന് സംശയം തോന്നുകയാണെങ്കിൽ അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും പോലീസിനുണ്ട്. അത് തടയാൻ ജില്ലാ കളക്ടർക്ക് യാതൊരു അവകാശവുമില്ല. അനൂപ് അങ്ങയുടെ ആത്മമിത്രം അബൂബക്കറിന്റെ കസിനായ നൂർജഹാനെ നിയമപരമായി വിവാഹം കഴിച്ചത് കേസിൽ പ്രതിയാക്കപ്പെടാനുള്ള കാരണമായി ഞാൻ കണക്കാക്കുന്നില്ല.
പിന്നെ ഇപ്പൊ നിങ്ങൾ കുത്തിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന ആ കോളേജ് ഹോസ്റ്റലിലെ കേസിൽ അനൂപിനെ പെടുത്തിയത് മനഃപൂർവ്വമാണെന്ന് ഏത് കോടതിക്കും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം അനൂപ് എന്റെ കൂടെ പൗർണമി പൂജയ്ക്ക് ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവും എന്റെ പക്കലുണ്ട്. കോടതിയിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ് അനൂപിന് വേണ്ടി സാക്ഷി പറയാൻ വരുന്നത്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തത്തിൽ ഞാനാണ് അനൂപിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് അങ്ങനെ ഒരു പവർ കൂടിയുണ്ടെന്ന് IG സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നീ നൂർജഹാനെ വിളിച്ചോണ്ട് കാറിലേക്ക് കയറ്. എന്താ ഹമീദ് സാറേ ഈ നോക്കിയേക്കുന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ. അവന്റെ ഒപ്പം നൂർജഹാനെ പോകാൻ അനുവദിക്കരുത്. ഹലോ 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 ഒരു മിനിറ്റ്. ഈ നിയമം അറിയുന്നവർ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് നിയമം അറിയാത്ത നമ്മളെ പോലുള്ളൊരു കാഴ്ചക്കാരായി നോക്കിക്കാനേ പാടുള്ളൂ. മനസ്സിലായ? അതല്ലെങ്കിൽ ഈ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മളെ പോലുള്ളവർക്ക് എന്താണ് കാര്യം എന്ന് ഇവര് തന്നെ ചോദിക്കും. കേട്ടിട്ടില്ലേ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമൊന്ന്? ഹമീദ് സാറേ, കാര്യങ്ങളൊക്കെ ഹമീദ് സാറിന് മനസ്സിലായ പോലെ കൂട്ടുകാരനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇവര് നിയമപരമായി വിവാഹം കഴിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കത്തിക്കുത്ത് കേസില് അനൂപിനെ ഉൾപ്പെടുത്തിയതെന്നും അതിന് കളക്ടർ നേരിട്ടെത്തി തെളിവ് സഹിതം അനൂപ് നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തപ്പോ കളി ഇവിടെ അവസാനിപ്പിച്ചേ അല്ലേ? ഇനിയിപ്പോ ഇത് കോടതി പോയ വാദി പ്രതിയാവുന്ന് ഹമീദ് സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല അല്ല അതുകൊണ്ടാണ് ഹമീദ് സാർ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. അല്ല ഹമീദ് സാറ്, അപ്പൊ എങ്ങനെയാ ഈ കേസ് ഇവിടെ തീരല്ലേ? തീരുകയില്ലെങ്കിൽ നൂർജഹാൻ എന്ന പെൺകുട്ടിയുടെ സ്വത്ത് തട്ടിയെടുക്കാനായി അബൂബക്കർ നൂർജഹാനെ ക്രൂരമായി ഉപദ്രവിച്ചതടക്കം നൂർജഹാന് കോടതിയിൽ പറയേണ്ടി വരും. പിന്നതേ ഇയാള് കാണിച്ച ക്രൂരതകൾ അനൂപിനെ കെട്ടിയിട്ട് തല്ലിയതടക്കം കേസാക്കിയാലേ ഹമീദ് സാറിന്റെ ഒരു സ്വാധീനത്തിനും അബൂബക്കറിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. ഒരു തുറന്ന യുദ്ധത്തിന് IPSഉം IASഉം തമ്മില് നിക്കണോ? അതും ഈ പാവം പിടിച്ചൊരു പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയുള്ള ഈ തരം താഴ്ന്നൊരു കളിയില്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയാലും ബാപ്പ നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഏത് കോടതിയാ കണ്ണു തുറക്കാതിരിക്കുക?